നമസ്കാരം. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് നടപ്പിൽ വന്നതിന് ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുക, അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തുക, അവരുടെ സ്കിൽ നോളജ് വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള പല ആശയങ്ങളുമായി ക്ലബ് ചെയ്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആൾറെഡി അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ ഇത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. അതെന്തായാലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. കേരള സർക്കാർ നമ്മുടെ കേരളത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ഈ PM ശ്രീ പദ്ധതി? എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി ആകർഷകമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, അതിൻ്റെയൊക്കെ മുൻപിൽ, പേരിൻ്റെ മുമ്പിൽ PM ശ്രീ എന്ന് എഴുതി ചേർത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ PM ശ്രീ പദ്ധതിയിൽ പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? അങ്ങനെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്? എന്താണ് PM ശ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? PM ശ്രീയുടെ മുഴുവൻ പേരെന്ന് പറയപ്പെടുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് ഈ PM ശ്രീ പദ്ധതി ആരംഭിച്ചത്. 2022 സെപ്റ്റംബർ 7 മുതലാണ് ഈ PM ശ്രീ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത്. PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണപരമായ ഉയർച്ച അത് ഉറപ്പാക്കുക. ഒരു മോഡൽ സ്കൂളുകളായിട്ട് ഈ PM ശ്രീ സ്കൂളുകളെ മാറ്റുക. ഇതെല്ലാം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ NEP നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മോഡൽ സ്കൂളുകളായി മാറുക എന്ന് പറയപ്പെടുമ്പോൾ NEPയുടെ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ പദ്ധതിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 14,500 സ്കൂളുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്ത് അവിടുത്തെയുള്ള ഭൗതിക പശ്ചാത്തലങ്ങളൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ട്, അവിടെയുള്ള പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തിക്കൊണ്ട്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് സ്മാർട്ട് ക്ലാസ് റൂം ആയിക്കോട്ടെ, അനുബന്ധമായിട്ടുള്ള മറ്റ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലകളൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ട് എല്ലാ സോഴ്സുകളും, ഒരു കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അവിടെ ലഭ്യമാക്കിക്കൊണ്ട് ഉന്നതിയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക. ഏതൊക്കെ സ്കൂളുകളാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് എലിജിബിൾ ആയിരിക്കുന്നത് എന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ ബോഡീസ്, എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരാൻ പറ്റും. പക്ഷേ ഇവിടെയെല്ലാം തന്നെ പെർമനൻ്റ് ബിൽഡിംഗ് വേണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഈ പദ്ധതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പെർമനൻ്റ് ബിൽഡിംഗ് ഉള്ള സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങളും. ഇതിൽ KV നവോദയ വിദ്യാലയങ്ങൾ നമുക്ക് ഒഴിവാക്കുക, സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി ഒഴിവാക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മിക്കവാറും 99%, 100% തന്നെ വേണ്ടി പറയാം, എല്ലാ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വന്തം നിലയ്ക്ക് നല്ല നിലയിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലോസ് തന്നെ കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടെയുള്ള കുട്ടികളെ നിശ്ചയിച്ചിട്ടുള്ളത്.
കേന്ദ്ര സർക്കാർ ഇപ്രകാരമാണ് അതിൻ്റെ ഡെഫിനേഷൻ നൽകുന്നത്. എത്ര സ്കൂളുകളാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത്? 14,500 സ്കൂളുകൾ. അതായത് നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങളും ഉൾപ്പെടെ 14,500 വിദ്യാലയങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കാൻ പോകുന്നത്. ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കി മോണിറ്റർ ചെയ്യുന്നത്? ആരാണ് ഇതിൻ്റെ സ്പോൺസറിങ് ഡിപ്പാർട്ട്മെൻറ്റ്? ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അവരാണ് ഈ പദ്ധതി നടപ്പിലാക്കി മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പദ്ധതിയുടെ സ്വഭാവം എപ്രകാരമുള്ളതാണ്? അതായത് ഇതൊരു ഫണ്ടിങ് പരിപാടിയാണെങ്കിൽ, ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതാരാണ് ചെയ്യുന്നത്? അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ്. കേന്ദ്രമാണ് ഇതിൻ്റെ ഫണ്ട് നൽകുന്നത്. പക്ഷേ അതിലൊരു ക്ലോസ് ഉണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആണെങ്കിൽ കൂടിയും എല്ലാ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിനെ പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എത്രയാണ് ഈ പദ്ധതിയുടെ ആകെ തുക? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 27,360 കോടി രൂപയാണ് 5 വർഷ കാലയളവിലേക്കായിട്ട് ഈ പദ്ധതിയിലേക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയുടെ കാലയളവ് എന്ന് പറയപ്പെടുന്നത് 5 വർഷമാണ്. ആകെ അടങ്കൽ തുക 27,360 കോടി രൂപയാണ്. അതിൽ കേന്ദ്രത്തിൻ്റെ ഷെയർ എന്ന് പറയപ്പെടുന്നത് 18,128 കോടി രൂപ. കേരളത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ എന്ന് പറയപ്പെടുന്നത് 9,232 കോടി രൂപയാണ് 5 വർഷ കാലയളവിലേക്ക്. അതായത് 14,500 സ്കൂളുകൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലേക്കായിട്ട് ആകെ ചെലവഴിക്കപ്പെടാൻ പോകുന്ന തുക 27,360 കോടി രൂപ. അപ്പോൾ ഒരു സ്കൂളിന് ഏകദേശം 2 കോടി രൂപൻ്റെ അടുത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 5 വർഷ കാലയളവിലേക്കാണെന്ന് കൂടി ഓർക്കണം. ഇതിൻ്റെ ഫണ്ടിങ് പാറ്റേൺ, അതായത് നമുക്കറിഞ്ഞു ഇത്രയും കോടി രൂപ ഇവിടെ ചെലവാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയപ്പെടുന്നത് സാധാരണ മറ്റ് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെല്ലാം ഉള്ള പോലെ തന്നെ 60-40 എന്ന രീതിയിലാണ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഷെയർസ്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളുകൾ, യൂണിയൻ ടെറിട്ടറിയിലുള്ള സ്കൂളുകളെല്ലാം തന്നെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ 60%, 40% എന്ന റേഷ്യോ അനുസരിച്ചാണ് ഈ തുക ചെലവഴിക്കപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ഹിമാലയൻ സ്റ്റേറ്റുകൾ, മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ 90:10. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ബാധകമാകുന്നത് 60%, 40% എന്ന രീതിയിൽ. 60 രൂപ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ 40 രൂപ നമ്മൾ നൽകുന്ന പോലെ ആയിരിക്കും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്ര വർഷമാണ് ഈ പദ്ധതിയുടെ കാലയളവ് എന്ന് പറയപ്പെടുന്നത്? ടോട്ടൽ ഡ്യൂറേഷൻ. ഒരു പദ്ധതിയാണല്ലോ, ഒരു പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് അനന്തമായി പോകില്ല. അപ്പോൾ അത് എത്ര വർഷ കാലയളവിലേക്കാണ് ഈ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ വിഭാവനം ചെയ്തിട്ടുള്ളത്? ഈ പദ്ധതി 2022-23 മുതൽ 26-27 വരെയുള്ള 5 വർഷ കാലയളവിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ആഫ്റ്റർ വിച്ച് it shall be the responsibility of the states or union territories to continue to maintain the benchmarks achieved by these schools. അതായത് ഈ 5 വർഷ കാലയളവിലേക്കായിട്ട് ഇത്തരം സ്കൂളുകളിൽ ഇത്ര കോടി രൂപ സ്പെൻഡ് ചെയ്ത് അവിടുത്തെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കപ്പെടും. ആ 5 വർഷം കഴിയുമ്പോൾ പിന്നെ ആ സ്കൂളുകൾ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടുണ്ടാവും. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത പിന്നെ അവിടുത്തെയുള്ള സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഈ സ്കൂളുകൾ നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഈ പദ്ധതിയുടെ ഗുണനിലവാരം അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മുടെ സർക്കാർ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ ഇനിയുള്ള നമ്മുടെ പരിശോധനകൾ പൂർത്തിയാകുന്ന സമയത്ത്, ഇനിയുള്ള ഡാറ്റകളൊക്കെ നമുക്ക് മനസ്സിലാക്കി വരുന്ന സമയത്ത് കേരളത്തിൽ അത് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ മറ്റ് ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ കേരളത്തിന് പണ്ട് തന്നെ, അതായത് കഴിഞ്ഞ ഈ 9 വർഷ കാലയളവ് കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്രകാരമാണ് ഈ PM ശ്രീ സ്കൂളുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു എലമെൻ്ററി, ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പെർ ബ്ലോക്ക് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡിയിൽ അങ്ങനെയാണ്. അതായത് ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഒരു അർബൻ ലോക്കൽ ബോഡിയിൽ 2 സ്കൂളുകൾ, ഒരു എലമെൻ്ററി സ്കൂളായിരിക്കും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂളുകൾ. അങ്ങനെ 14,500 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഏത് തരത്തിലുള്ള വിദ്യാലയങ്ങളാണ് ഈ പദ്ധതിക്കായിട്ട് എലിജിബിളായിട്ട് വരുന്നത്, അർഹത നേടുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ എലമെൻ്ററി സ്കൂള്, സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂളുകൾ, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അവിടെയെല്ലാം ഒരു സ്കൂളുകൾക്കെല്ലാം തന്നെ ഒരു 11 ഡിജിറ്റ് കോഡ്, യുണീക്ക് കോഡ് നൽകിയിട്ടുണ്ട്. UDISC എന്ന് പറയുന്നത് യൂണിഫൈഡ് ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. 11 ഡിജിറ്റ് കോഡാണ്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് സ്റ്റേറ്റിൻ്റെയും 2 ഡിജിറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെയും. ഇപ്രകാരം UDISC കോഡ് ലഭിച്ചിട്ടുള്ള വിദ്യാലയങ്ങളൊക്കെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടാൻ അർഹത നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മിക്കവാറും കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്രകാരം പരിഗണിക്കപ്പെടാൻ യോഗ്യത ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. നിലവിൽ ആർ ദ PM ശ്രീ സ്കൂൾസ് ജിയോ ടാഗ്ഡ്? ഇതൊരു പ്രധാന ചോദ്യം. ജിയോ ടാഗിങ് ചെയ്തിട്ടുണ്ടോ? ഇത് സ്കൂളുകളെ നമുക്ക് കണ്ട് വേർതിരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കേന്ദ്ര സർക്കാരിന് ഈ സ്കൂളുകളൊക്കെ തന്നെ ജിയോ ടാഗ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ്, BISAGIAN, അവരാണ് ഈ സ്കൂളുകളൊക്കെ തന്നെ ജിയോ ടാഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സ്കൂളുകൾ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എപ്രകാരം വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞാൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവാൻ വഴിയില്ല. അതിനിപ്രകാരമാണ് പറയുന്നത്. അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയപ്പെടുന്നത് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, ഉയർന്ന നിലവാരമായിരിക്കും. അവിടുത്തെയുള്ള പഠന അന്തരീക്ഷവും അവിടുത്തെയുള്ള പഠനത്തെ സമീപിക്കുന്ന രീതികൾ, ഇതെല്ലാം തന്നെ അവിടുത്തെയുള്ള വിദ്യാർത്ഥികളുടെ നിലവാരത്തിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ PM ശ്രീ സ്കൂളുകളും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഉയർന്ന ഗുണങ്ങളും മൂല്യങ്ങളും ഉള്ള വ്യക്തികളായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയെല്ലാം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാവും, കമ്പ്യൂട്ടർ ലാബ്സ് ഉണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് സയൻസ് ലാബ് ഉണ്ടാവും, വൊക്കേഷണൽ ലാബ്സ് ഉണ്ടാവും, സ്കിൽ ലാബ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള മോഡേൺ ലാബുകളൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ നിലവാരം ട്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മെത്തേഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കൊളാബറേറ്റിംഗ് സ്കില്ല്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ അടുത്തുള്ള കോളേജുകളിലെല്ലാം തന്നെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ NEP 2020 നടപ്പിലായി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഒരു ഡിഗ്രി നമ്മുടെ നിലവിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും മറ്റ് കോളേജുകളിലും ചേർന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത ഡിഗ്രി കൂടി ആ കുട്ടിക്ക് വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും.
ഒന്ന് ഒരു റെഗുലർ കോഴ്സും ഒരു ഓൺലൈൻ കോഴ്സും അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ തന്നെയുണ്ട്. 2020 NEP നടപ്പിലായതിനു ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ സ്കൂളുകളൊക്കെ തന്നെ ഈ NEP 2020യുടെ ഒരു ഷോക്കേസ് മോഡൽ എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുക. അപ്പോൾ അവിടെയുള്ള കുട്ടികളും NEP 2020യുടെ ഒരു മോഡൽ വിദ്യാർത്ഥികളായിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക. ഈ PM ശ്രീ സ്കൂളുകളുടെ പില്ലേഴ്സ് എന്ന് പറയപ്പെടുന്നത്, തൂണുകൾ എന്ന് പറയപ്പെടുന്നത് എന്തൊക്കെയാണ്? 6 പില്ലേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ NEP 2020യിലെ 9 അധ്യായങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 6 പില്ലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് PM ശ്രീ പദ്ധതി വിഭാവനം ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ പില്ലർ 1 എന്ന് പറയപ്പെടുന്നത് ആക്സസ് ഇൻഫ്രാസ്ട്രക്ചർ അഡീക്വസി, ഫങ്ഷണാലിറ്റി, എസ്തെറ്റിക് ആൻഡ് സേഫ്റ്റി. പില്ലർ 2 എന്ന് പറയപ്പെടുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ്. ഈ 6 പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പറയപ്പെടുമ്പോൾ സ്കൂളുകൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, അവരെ എപ്രകാരമാണ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഏതെല്ലാമാണ് ആ പില്ലേഴ്സ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പില്ലർ എന്ന് പറയപ്പെടുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ പില്ലർ 3 എന്ന് പറയപ്പെടുന്നത് മാനേജ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഗവേണൻസ്. പിന്നെ പില്ലർ 4 എന്ന് പറയപ്പെടുന്നത് ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ. പില്ലർ 5 എന്ന് പറയപ്പെടുന്നത് കരിക്കുലം, പെഡഗോഗി ആൻഡ് അസസ്മെന്റ്. പില്ലർ 6 എന്ന് പറയപ്പെടുന്നത് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. വാട്ട് ഈസ് ദ മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ സ്കീം? മോണിറ്റർ ചെയ്യണ്ടേ? ഈ ഒരു പദ്ധതി 5 വർഷ കാലയളവിലേക്കാണ് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു, അല്ലെ, പദ്ധതിയിൽ പറയുന്നു. ആ 5 വർഷം ഇത് എപ്രകാരം നടപ്പിലാകുന്നുണ്ട് എന്ന് ആരെങ്കിലും പരിശോധിക്കണ്ടേ? അതിന് വല്ല മെത്തേഡ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് SQAF എന്ന് പറയപ്പെടുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക്. ആ ഫ്രെയിംവർക്ക് അനലൈസിങ് മെത്തേഡ് അത് SQAF ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. ഗ്രീൻ സ്കൂളുകളാണോ ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന സ്കൂളുകളൊക്കെ തന്നെ ഗ്രീൻ സ്കൂളുകളാണോ എന്നുള്ളതാണ് ചോദ്യം. ഗ്രീൻ സ്കൂളുകൾ എന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേരിലേക്ക് എത്തിക്കാനായിട്ട് എന്തെല്ലാമാണ് അവിടെ ചെയ്യുന്നത്? അപ്പോൾ സ്കൂളുകളെല്ലാം തന്നെ ഗ്രീൻ സ്കൂളുകളായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നടപടികൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി അവിടെ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എനർജി എഫിഷ്യൻറ്റ് ആൻഡ് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിൻറ്റ് ത്രൂ സോളാർ പാനൽസ് ആൻഡ് LED ലൈറ്റിംഗ് സിസ്റ്റം. ഇതെല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ കൺസെപ്റ്റിലേക്കാണ് ഈ സ്കൂളുകളൊക്കെ തന്നെ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ മാറുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് വിത്ത് അവൈലബിൾ ഓപ്ഷൻസ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, മാർഗങ്ങൾ അവിടെ അവലംബിച്ചിട്ടുണ്ടാവും. വാട്ടർ കൺസർവേഷൻ അവിടെ ചെയ്യുന്നുണ്ടാവും. ക്യാച്ച് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടാവും. എൻകറേജ് ചിൽഡ്രൻ ടു വിയർ യൂണിഫോംസ് made from locally sourced and sustainable materials, which in turn will also provide additional income to the locals. അതായത് യൂണിഫോം, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് കൊണ്ടുള്ള യൂണിഫോം ധരിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അതായത് അതൊക്കെ ഒരു ഉദാത്ത മാതൃകയായിട്ട് വേണം നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. പിന്നെ എൻകറേജ് യൂസേജ് ഓഫ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അതും ഗ്രീൻ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അഡോപ്റ്റ് ഓർഗാനിക് എൻവയോൺമെന്റ് ആൻഡ് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ, ഇതും ഗ്രീൻ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹൗ ദ PM ശ്രീ സ്കൂൾസ് ആർ സെലക്റ്റഡ്, എപ്രകാരമാണ് സെലക്ട് ചെയ്യുന്നത് എന്നൊരു ക്രൈറ്റീരിയ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 3 സ്റ്റേജ് പ്രോസസ്സിലൂടെയാണ് ഈ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 1 സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് ഒരു
MOU സൈൻ ചെയ്യണം സെൻറ്ററുമായിട്ട്. എന്തെല്ലാം കമ്മിറ്റ്മെൻറ്റ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു MOU നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേജ് 2 a pool of schools that are eligible to be selected as PM3 schools are identified. അതായത് ഒരു ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ആൾറെഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ UDISC എന്ന് പറയപ്പെടുന്ന യൂണീക്ക് കോഡ് വെച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാർട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ഓരോ ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മാർക്ക് ഉണ്ടാവും. ആ മാർക്കിൽ പർട്ടിക്കുലർ മാർക്ക് സ്കോർ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ PM3 പദ്ധതിയുടെ ഭാഗമായിട്ട് വരിക. സ്റ്റേജ് 3. അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റേജ് ഈസ് ബേസ്ഡ് ഓൺ ദ ചാലഞ്ച് മെത്തേഡ് ഫോർ ഫുൾഫില്ലിംഗ് സർട്ടൻ ക്രൈറ്റീരിയ. അപ്പോൾ ഈ എലിജിബിൾ പൂളിൽ നിന്ന് മാത്രമാണ് ഈ PM3 പദ്ധതിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കുക. ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻ ഈസ് സർട്ടിഫൈഡ് ബൈ സ്റ്റേറ്റ്സ്. അതായത് ഒരു പരിശോധന കൂടി ഉണ്ടാവും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഈ കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഫിസിക്കലി ഇൻസ്പെക്ഷനും കൂടി നടന്ന ശേഷമാണ് ഫൈനലായിട്ട് സ്കൂളുകളെ സെലക്ട് ചെയ്യുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്യുക. പിന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ അവർ ഈ സ്കൂളുകൾ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നോക്കിക്കൊണ്ട്, അതായത് സ്കൂളുകളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കാം. അപ്പോൾ അവിടെ എത്രത്തോളം എലിജിബിൾ ആണ് എന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് വെരിഫൈ ചെയ്തിട്ട് യൂണിയൻ മിനിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്യണം, ലിസ്റ്റ് സഹിതം റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാവും. എക്സ്പെർട്ട് കമ്മിറ്റി ഹെഡഡ് ബൈ സെക്രട്ടറി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ആ ഓഫീസാണ് ആ ഫൈനൽ സെലക്ഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ PM3 പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഹൗ PM3 schools will pave the way for transforming teaching learning process for new India. ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് മാറ്റങ്ങൾ വരുത്താൻ, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ വഴിയൊരുക്കുന്നത്, ഈ PM3 പദ്ധതി വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. PM3 schools will pave the way for transforming teaching learning for new India. ഇന്നോവേറ്റീവ് പെഡഗോഗി, ഇതൊക്കെ നെക്സ്റ്റ് സ്ലൈഡുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവിടെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നോക്കൂ, ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ടു ബി അച്ചീവ്ഡ് ബൈ ഓൾ ചിൽഡ്രൻസ് ബൈ ഗ്രേഡ് 3. ഗ്രേഡ് 3 ആകുമ്പോഴേക്കും ഫൗണ്ടേഷൻ ലിറ്ററസി, അടിസ്ഥാനപരമായിട്ടുള്ള സാക്ഷരത ഈ കുട്ടികൾക്ക് അവർ നേടിയെടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ടീച്ചിങ് ത്രൂ മദർ ടങ് അറ്റ്ലീസ്റ്റ് ടിൽ ക്ലാസ് 5. 5ാം ക്ലാസ് വരെ മദർ ടങ്ങിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദാത്തമായ ആശയമാണ്. ആസ് ഫീസിബിൾ ആൻഡ് ഓൾ ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മദർ ടങ്. എല്ലാ പഠനോപാധികളും മദർ ടങ്ങിലും, മാതൃഭാഷയിലായിരിക്കും എന്നാണ് പറയുന്നത്. കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് ഇൻ ഓൾ ഗ്രേഡ്സ് ബൈ ലിങ്കിങ് അക്കാഡമിക് വിത്ത് റിയൽ ലൈഫ്. അതും വളരെ ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പരിമിതികളെല്ലാം തന്നെ മാറ്റി എഴുതാൻ പോവുകയാണ് ഈ പദ്ധതിയിലൂടെ. സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ ത്രൂ അക്കാഡമിക്സ്, Shramdan community work, etc., making children aware of their rights, duties and values. നോക്കൂ, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് വാല്യൂസ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മികച്ച മാതൃകയായിരിക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. അടുത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ആൻഡ് ലോക്കൽ വാനിഷിംഗ് ട്രഡീഷൻസ് ഇൻ കരിക്കുലം. അതും ഒരു ഉദാത്ത മാതൃക തന്നെയായിരിക്കും. വൊക്കേഷണൽ സ്കില്ലിംഗ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൊക്കേഷണൽ സ്കില്ലിംഗ് ഡെവലപ്മെൻറ്റ്, IT സ്കിൽ ഡെവലപ്മെൻറ്റ്, കോഡിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൽ ഈ പദ്ധതിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളത് എവ്രി ചൈൽഡ് ടു അക്വയർ അറ്റ്ലീസ്റ്റ് 1 സ്കിൽ ഓൺ കംപ്ലീറ്റിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ
സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. വൊക്കേഷണൽ സ്കില്ലിംഗ് ആയിക്കോട്ടെ, IT സ്കിൽ ആയിക്കോട്ടെ, കോഡിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഈ PM ശ്രീ പദ്ധതിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് മികവുറ്റ വിദ്യാർത്ഥികളായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. പിന്നെ യോഗ ഇൻ ഓൾ സ്കൂൾസ്, ആൾറെഡി നമ്മളിപ്പോൾ യോഗ ഡേ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും യോഗ വേണം. ഫിറ്റ് ഇന്ത്യ, അതായത് കുട്ടികളെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൂടി PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ട്. ഖേലോ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ, ആൾറെഡി ഖേലോ ഇന്ത്യ പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേറ്റിലെയും സെലക്റ്റഡ് ഡിസ്ട്രിക്റ്റുകളിൽ വിവിധ വർഷങ്ങൾ 5 വർഷ കാലയളവിലേക്കായിട്ട് ദശലക്ഷക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ഖേലോ ഇന്ത്യ പ്രോജക്റ്റ് ആൾറെഡി നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ സ്കൂളുകളിലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ യോഗ ഉണ്ടാവും, ഫിറ്റ് ഇന്ത്യ പ്രോഗ്രാം ഉണ്ടാവും, ഖേലോ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളുടെ ഫണ്ടിങ്ങുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡൻറ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്, ടോപ്പിക് ക്ലബ്സ് ആൻഡ് സർക്കിൾസ് ആൻഡ് എക്സ്പോഷർ വിസിറ്റ്സ്, ഇതെല്ലാം മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും തന്നെ കിട്ടാത്ത ഒരു രീതിയാണ് എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൈക്കോളജിക്കൽ ആൻഡ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടു സ്റ്റുഡൻസ്, അതും വളരെ നല്ല ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, വാട്ട് ആർ ദ മിനിമം ബെഞ്ച് മാർക്ക് ഫോർ സ്കൂൾസ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മിനിമം ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് വെച്ചുകൊണ്ട് ഓരോ മാർക്ക് ഉണ്ട്. ആ മാർക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റിലേക്ക്, ഈ സ്കൂളിൻ്റെ പൂളിലേക്ക് വരുന്നത്. ആ ലിസ്റ്റ് വെരിഫൈ ചെയ്തിട്ടാണ് ഏതൊക്കെ സ്കൂളുകൾ നേരിട്ട് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നതെല്ലാം അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് PM ശ്രീ പദ്ധതിയിലേക്കായിട്ട് സർക്കാർ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ ദ മിനിമം ബെഞ്ച് മാർക്സ് ഫോർ സ്കൂൾസ് ടു അപ്ലൈ ഫോർ PM ശ്രീ സ്കൂൾസ് ത്രൂ ട്രാൻസ്പാരന്റ് ചലഞ്ച് മെത്തേഡ്. വളരെ രസകരമായിട്ടുള്ള ബെഞ്ച് മാർക്കുകളാണ്. എന്തെന്നാൽ ഈ ബെഞ്ച് മാർക്കെല്ലാം തന്നെ കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏകദേശം ഒരു 5 വർഷം മുമ്പ് തന്നെ പറയാം. അപ്പോഴേ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ മിനിമം ബെഞ്ച് മാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നായി നോക്കുകയാണെങ്കിൽ മിനിമം ബെഞ്ച് മാർക്ക് ദാറ്റ് ദ സ്കൂൾസ് ഷാൽ ഫുൾഫിൽ ആർ ആസ് ഫോളോസ്. രസകരമായിട്ടുള്ള ബെഞ്ച് മാർക്കാണ് കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്നത്. കാരണം മറ്റ് സ്റ്റേറ്റുകളിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കേരളത്തിന് വേണ്ടി സ്പെഷ്യൽ ബെഞ്ച് മാർക്കൊന്നുമില്ല. മറ്റ് സ്റ്റേറ്റുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ അത്ര നിലവാരത്തിൽ എത്തിയിട്ടും ഉണ്ടാവാൻ വഴിയില്ല. മിനിമം ബെഞ്ച് മാർക്ക് ദാറ്റ് ദ സ്കൂൾ ഷാൽ ഫുൾഫിൽ ആർ ആസ് ഫോളോസ്. സ്കൂൾ should have its own പക്ക ബിൽഡിംഗ് ഇൻ ഗുഡ് കണ്ടീഷൻ. കേരളത്തിലുള്ള ഒരു 99.9% 100% തന്നെ പറയാം, എല്ലാ സർക്കാർ സ്കൂളുകൾക്കും നല്ല ബിൽഡിംഗ് ഗുഡ് കണ്ടീഷനിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ബാരിയർ ഫ്രീ ആക്സസ്, റാമ്പ്, തടസ്സങ്ങളില്ലാതെ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള എൻട്രൻസ്, അതെന്തായാലും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ട്. അടുത്തത്, സ്കൂൾ മസ്റ്റ് ബി സേഫ്റ്റി ഓറിയന്റഡ്. സുരക്ഷിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇനി അടുത്തത് നോക്കൂ, ദ എൻറോൾമെന്റ് ഓഫ് സ്റ്റുഡൻസ് അറ്റ് എലിമെന്ററി ക്ലാസ് 1 to 5, 1 to 8 ലെവൽ ആൻഡ് സീനിയർ സെക്കൻഡറി ക്ലാസ് 6 to 12, 6 to 10 അങ്ങനെ 4 ഇതിലായിട്ടാണ് സീനിയർ സെക്കൻഡറി എന്ന് പറയപ്പെടുന്നത്. അതൊക്കെ NEP 2020 ഭാഗമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അവിടെയുള്ള സ്കൂൾ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് എന്ന് പറയപ്പെടുന്നത് സ്റ്റേറ്റ് ആവറേജ് എൻറോൾമെന്റിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള സ്കൂളുകളാണ് മിനിമം ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്. അതെന്തായാലും ആവശ്യത്തിലധികം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് ഉറപ്പാണ്, അതെന്തായാലും ഉണ്ടാവും. ദ സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 സെപ്പറേറ്റ് ടോയ്ലറ്റ് ഈച്ച് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. 100% കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് അതെന്തായാലും ഉണ്ട്. ഈ ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയം കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂൾ മസ്റ്റ് ഹാവ് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി. കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റി എല്ലാ സ്കൂളുകളിലും നിലവിലുണ്ട്.
സ്കൂൾ മസ്റ്റ് ഹാവ് സെപ്പറേറ്റ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി. ഇതൊരു ബെഞ്ച് മാർക്കാക്കിയിട്ട് വെച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കൈ കഴുകാനുള്ള ഫെസിലിറ്റി, സെപ്പറേറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഓൾ ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ഫോട്ടോ ഐ ഡി കാർഡ് ആസ് പെർ എക്സ്റ്റൻഡ് ഗൈഡ് ലൈൻസ്. എല്ലാ ടീച്ചർമാർക്കും ഫോട്ടോ ഐ ഡി കാർഡ് കേരളത്തിലുണ്ട്. അടുത്തത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ഷുഡ് ബി ഇൻ വർക്കിംഗ് കണ്ടീഷൻ. കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ട്, വർക്കിംഗ് കണ്ടീഷനിലുണ്ട്. അപ്പോൾ ഈ എല്ലാ ബെഞ്ച് മാർക്ക് ക്രൈറ്റീരിയയും കേരളം ആൾറെഡി മീറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്കൂൾ ഷുഡ് ഹാവ് ലൈബ്രറി ഫെസിലിറ്റി, ലൈബ്രറി കോർണർ ഫെസിലിറ്റി, സ്പോർട്സ് എക്യുപ്മെന്റ്. കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 100% ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം എന്ന നമ്മുടെ ഈ മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള സംസ്ഥാനം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറാനാവശ്യമായിട്ടുള്ള ഭൗതിക നിലവാര സൂചികകളിലൊക്കെ തന്നെ ഫാർ അഡ്വാൻസ്ഡ് ആണ്. മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് സ്റ്റേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫാർ അഡ്വാൻസ്ഡ് തന്നെയാണെന്ന് ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊന്നും ആരും ഒരാളും തർക്കം പറയാനുള്ള സാധ്യതയെ കാണുന്നില്ല. ഇനി ഇവിടുത്തെ പ്രധാന വിഷയം എന്താ വെച്ചാൽ 2022-23 മുതൽ 26-27 വരെയുള്ള 5 വർഷ കാലയളവിലേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ 2022-23 കഴിഞ്ഞ് 23-24, 24-25, 25-26 കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ ഫണ്ടിങ് മാത്രമേ കിട്ടുള്ളൂ. 4 വർഷം പോയി. 2026-27 ഫണ്ടിങ് കിട്ടും. അത് എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ഫണ്ടിങ് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടെയുള്ള വിദ്യാഭ്യാസ ഭൗതിക നിലവാര സാഹചര്യങ്ങളൊക്കെ തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതിയെക്കുറിച്ച് എന്താണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ധാരണ ഉണ്ടാക്കുന്നത് ഈ പദ്ധതിയെ സമീപിക്കാൻ, എപ്രകാരം സമീപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മാറ്റം വരുത്താൻ ഇടയാക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക, പരമാവധി സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ പദ്ധതി 5 വർഷ കാലയളവ് കഴിഞ്ഞാൽ ഇത് കൊണ്ട് തുടർച്ചയായിട്ട് കൊണ്ട് നടത്തേണ്ട ബാധ്യത, ആ രീതിയിൽ തന്നെ ഉയർന്ന നിലവാരം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്.